നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വിജയക്കുതിപ്പ് തുടരുന്ന അൽ ഹിലാലിന് മറ്റൊരു കിരീടം കൂടി. സൗദി അറേബ്യൻ സൂപ്പർ കപ്പിൽ അവർ മുത്തമിട്ടു. ഫൈനൽ മത്സരത്തിൽ അൽ ഇത്തിഹാദിനെ 1-4 ഗോളുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത്. അൽ ഹിലാലിന് വേണ്ടി ബ്രസീലിയൻ സൂപ്പർ താരം മാൽക്കം ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ സലേം അൽ ദൗസാരിയും നാസർ അൽ ദൗസാരിയും ഓരോ ഗോളുകൾ നേടി. അൽ ഇത്തിഹാദിന്റെ ഗോൾ അബ്ദുറസാഖ് ഹംദുള്ളയുടെ വകയായിരുന്നു. UAE നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ ഹംദല്ല, കരീം ബെൻസീമ എന്നിവരെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് അൽ ഇത്തിഹാദ് കളിക്കാൻ ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് അൽ ഷഹരി, അൽ ദൗസാരി, മാൽക്കം, മൈക്കൽ ഡെൽഗാഡോ തുടങ്ങിയവരെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് അൽ ഹിലാൽ ഇറങ്ങിയത്. കളിയുടെ 5-ാമത്തെ മിനിറ്റിൽ തന്നെ മാൽക്കമിലൂടെ അൽ ഹിലാൽ ലീഡെടുത്തതാണ്. ഹംദല്ല അൽ ഇത്തിഹാദിനെ ഒപ്പം എത്തിച്ചു. എന്തായാലും ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് സലേം അൽ ദൗസാരി അൽ ഹിലാലിന് ലീഡ് നേടിക്കൊടുത്തു. 2-1 എന്ന ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് അവർ കളിക്കളം വിട്ടത്. അതിനിടയ്ക്ക് ഹംദല്ല ഒരു പെനാൽറ്റി മിസ് ചെയ്യുകയും ചെയ്തിരുന്നു. 2-ാം പകുതിയിൽ കൂടുതൽ ഗോളുകളിലേക്ക് അൽ ഹിലാൽ പോയി. കളിയുടെ 89-ാമത്തെ മിനിറ്റിൽ മാൽക്കം തന്റെ ബ്രേസ് പൂർത്തിയാക്കി. ഒടുവില് നാസർ അൽ ദൗസാരി കൂടി ഗോളടിച്ചപ്പോൾ 1-4 ഗോളുകളുടെ തകർപ്പൻ ജയവുമായിട്ട് ഇതാ സൗദി അറേബ്യൻ സൂപ്പർ കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു അൽ ഹിലാൽ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.